എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അതൊന്ന് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് പോകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊല്ലവും അതേപോലെ തന്നെ പത്തനംതിട്ടയുമാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൊത്തമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു LDC എക്സാമിന് 20 മാർക്കിൽ 18 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം സോഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2021 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് PYQ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് PSC ബുള്ളറ്റിൻ, PSC എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മാസിക അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണമാണ് PSC ബുള്ളറ്റിൻ. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മാഗസീൻസ് എല്ലാം തന്നെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റ്, കേരള ലിറ്റററി മിഷൻ്റെയും ഗവൺമെൻറ് സൈറ്റ്സ് കൂടിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിന് 20 മാർക്കിൽ 18 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ജില്ലകൾ തീർത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ദിവസം തന്നെ സംസ്ഥാനങ്ങൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും സ്പോർട്സ്, അതേപോലെ തന്നെ എന്താണ് ISRO മിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അടുത്തൊരു എക്സാമുകളിൽ എല്ലാത്തിലേക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കൊല്ലം, പത്തനംതിട്ടയാണ്, അതിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൊല്ലം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നേരെ കൊല്ലത്തേക്ക് പോവാം. കൊല്ലം ജില്ല രൂപീകൃതമായ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജൂലൈ 1 കൊല്ലം ജില്ല രൂപീകൃതമായത്. ഓക്കെ, അപ്പോൾ കൊല്ലം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. കൊല്ലം ജില്ലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്, അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും കൊല്ലം ജില്ല തന്നെയാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നതും കൊല്ലമാണ്. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, കൊല്ലത്തെ പ്രസിദ്ധമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ശന്തരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ശന്തരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് കൊല്ലം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം അറബിക്കടലിന്റെ രാജകുമാരൻ, കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല, അതേപോലെ കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല, വന്യജീവി സങ്കേതം അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ശന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലാണ്. നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. കാനന ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മ്യൂസിയമാണ് നാടിന് സമർപ്പിച്ചത് വനം വകുപ്പ്. ഓക്കെ, അപ്പോൾ കാനന ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. ജൈവ വൈവിധ്യം നിലനിർത്തി ഭൂപ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഈ മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത്. മ്യൂസിയത്തിലൂടെ വനത്തിലെ എല്ലാ വിവിധ മരങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും നിശ്ചല ദൃശ്യത്തിലൂടെ നമുക്ക് അടുത്തറിയാനായിട്ടും സാധിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ മ്യൂസിയത്തിലൂടെ വനത്തിലെ എല്ലാവിധ
മരങ്ങളെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും നിശ്ചല ദൃശ്യത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, തൊട്ടടുത്ത് അറിയാനായിട്ടും പറ്റും. അതേപോലെ ഗവേഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും സൗകര്യമുണ്ട്. വനവൃക്ഷങ്ങളുടെ 3D ദൃശ്യങ്ങൾ കാണുന്നതിനായിട്ട് 5 പ്രദർശന ഹാളുകളാണ് അവിടെ നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് 3D ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്ന ലെവലിലാണ് ഈ ഒരു വന മ്യൂസിയം എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദിവാസി കുടിലുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നിർമ്മിത ബുദ്ധി കേന്ദ്രമുണ്ട്. കുട്ടികൾക്കായി കളിക്കളം ഉൾപ്പെടെയുള്ളതിനാൽ വളരെയധികം ഗംഭീരമായി തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ വന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലമാണ് കുളത്തൂപ്പുഴ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാം. അതായത് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്, കൊല്ലത്താണ്. കൊല്ലത്ത് ഏത് ജില്ലയിൽ, കൊല്ലം ജില്ലയിലെ ഏത് സ്ഥലത്താണ് ഈ വന മ്യൂസിയം വന്നതെന്ന് ചോദിച്ചാൽ അതാണ് കുളത്തൂപ്പുഴ. ഓക്കെ, അപ്പോൾ കുളത്തൂപ്പുഴയിലാണ് എന്ത് വന്നത്, ആദ്യത്തെ വന മ്യൂസിയം വന്നത്. ഏത് ജില്ലയിലാ, കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ഉദ്ഘാടനം ചെയ്തത് ആരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, AK ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്ത്. വനം വന്യജീവി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആരാണ്, AK ശശീന്ദ്രനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ വനം മ്യൂസിയവും ഏത് തന്നെയാണ്, ഈ പറയുന്ന കുളത്തൂപ്പുഴയിലെ വന മ്യൂസിയമാണ്. ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ പഞ്ചായത്ത്, ഈ ഒരു പേരിലാണ് കുളത്തൂപ്പുഴ നമ്മൾ ഇത്രയും നാളും കറണ്ട് അഫയേഴ്സിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങ് പഠിച്ചു വെച്ചോ. ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അതായത് കാനന ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മ്യൂസിയം കുളത്തൂപ്പുഴയിൽ വന്നു. ഏത് ജില്ലയാണ് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത്, കൊല്ലം ജില്ലയിലാണ്. കുളത്തൂപ്പുഴയിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ വന മ്യൂസിയം വന്നത്. ജൈവവൈവിധ്യം നിലനിർത്തി ഭൂപ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് മ്യൂസിയം തയ്യാറാക്കിയത്. വനവൃക്ഷങ്ങളുടെ 3D ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ 5 പ്രദർശന ഹാളുകളുണ്ട്. ആദിവാസി കുടിലുകൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി കേന്ദ്രം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ അവിടെ ഉണ്ട്. കുട്ടികൾക്കായിട്ട് കളിക്കളം, അങ്ങനെ ഗംഭീരമായിട്ട് തന്നെയാണ് കുളത്തൂപ്പുഴയിലെ ഈ ഒരു വന മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, വെരി വെരി ഇമ്പോർട്ടന്റ്, ഉദ്ഘാടനം ചെയ്ത് AK ശശീന്ദ്രനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ വന മ്യൂസിയമാണ് കുളത്തൂപ്പുഴയിലെ ഈ വന മ്യൂസിയം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്തത് ട്രാൻസിസ്റ്റ് ഹോം കൊല്ലത്ത്. നമുക്കറിയാം എന്താണ് ട്രാൻസിസ്റ്റ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടങ്കൽ കേന്ദ്രം. ഓക്കെ, അതായത് സംസ്ഥാനത്തെ ആദ്യത്തെ തടങ്കൽ കേന്ദ്രം, അതർവൈസ് നോൺ ആസ് എന്ത്, ട്രാൻസിസ്റ്റ് ഹോം. ഓക്കെ, അത് എവിടെയാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലാണ്. അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രാൻസിസ്റ്റ് ഹോം നിലവിൽ വന്നത്. അതായത് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വേർഡ്, അങ്ങനെ തന്നെ പഠിച്ചോ. അതായത് എന്താണ്, നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രം അല്ലെങ്കിൽ ട്രാൻസിസ്റ്റ് ഹോം ആരംഭിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രം അല്ലെങ്കിൽ ട്രാൻസിസ്റ്റ് ഹോം ആരംഭിക്കുന്ന ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലത്ത് കൊട്ടിയത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏതാണ്, കൊട്ടിയത്താണ് ഈ ട്രാൻസിസ്റ്റ് ഹോം എന്ത് ചെയ്ത് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ 5000 ചതുരശ്ര അടിയിൽ 5 മുറിയിലാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 5000 ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ട്രാൻസിസ്റ്റ് ഹോം സ്ഥാപിച്ചിരിക്കുന്നത്. വിത്ത് AC ഉൾപ്പെടെയാണ് അവിടുത്തെ ആ ഒരു ആംബിയൻസ്, അതായത് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന ട്രാൻസിസ്റ്റ്. വാടകയ്ക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ തന്നെ നമുക്ക് പറ്റും. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയുള്ള ഒരു ഹോം തന്നെയാണ് ഈ ട്രാൻസിസ്റ്റ് ഹോം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 2 നില വീടിന്റെ പ്രതിനിധിയാണ് കാണുന്നത്. അത്ര നല്ല ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആകെ 20 പേർക്ക് ഇവിടെ തങ്ങാനാകും. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റ് ഹോം ഏത് വകുപ്പിന്റെ കീഴിലാന്ന് വെച്ച് കഴിഞ്ഞാൽ
സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റ് ഹോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതാണ് എന്ത്, നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാനായിട്ട് സംസ്ഥാനത്ത് എന്താണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോം, ട്രാൻസിസ്റ്റ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ തങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ പറയുന്ന ട്രാൻസിസ്റ്റ് ഹോം, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് തടങ്കൽ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, ഇത് എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് ആരംഭിച്ചത്? ഇത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലെ സ്ഥലം പ്രോപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടിയത്താണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് എന്ത് സ്ഥാപിച്ചത്? ട്രാൻസിസ്റ്റ് ഹോം സ്ഥാപിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത നമുക്ക് പോവാം. പുസ്തക ഗ്രാമവും പുസ്തകക്കൂടും. ഓക്കെ, പുസ്തക ഗ്രാമവും പുസ്തകക്കൂടും. സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമം എവിടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ്? നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? കൊട്ടാരക്കരയ്ക്കാണ് എന്ത്, ഈ പറയുന്ന സ്ഥലം, അതായത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ കൊട്ടാരക്കരയ്ക്കുള്ള പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെയാണെന്നുള്ളതൊന്ന് രേഖപ്പെടുത്തുക. കാരണം എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ പുസ്തക ഗ്രാമവും അതേപോലെ തന്നെ പുസ്തകക്കൂടൊക്കെ. അതേപോലെ നിങ്ങളും ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് പുസ്തകം വായിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൊട്ടാരക്കരയ്ക്കുള്ള ഈ പറയുന്ന പെരുങ്കുളം എന്ന സ്ഥലത്താണ് പുസ്തക ഗ്രാമവും പുസ്തകക്കൂടും വന്നത്. ഓക്കെ, ഈ പുസ്തകക്കൂട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ലൈബ്രറിയൻ ഉണ്ടാവില്ല അവിടെ, അതേപോലെ തന്നെ അംഗത്വ ഫീസ് ഇല്ല, മാസവരിയില്ല. ആർക്കും എന്ത് ചെയ്യാം, പുസ്തകം എടുത്ത് വായിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു പുസ്തകം അവിടെ വച്ച് ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഇരിക്കുന്ന ഒരു പുസ്തകം തിരിച്ച് നിങ്ങൾക്ക് വായിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, 20-ലേറെ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന പുസ്തകക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ, ഈ പുസ്തകക്കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമുക്ക് ഈ തേനീച്ചക്കൂടൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ചെറിയ പെട്ടികളാണ്. ഈ പെട്ടികൾ എന്ന് പറയുന്നത് നല്ല അടച്ചുറപ്പുള്ള നല്ല പെട്ടികളായിരിക്കും. അതിൻ്റെ അകത്ത് പുസ്തകം ഒരു കേടും കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഇത് ചെറിയ ഇങ്ങനെ കൂട് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് 20ഓളം ബുക്കുകളാണ് ആദ്യം തന്നെ അടക്കി വെച്ചിരിക്കുന്നത്. ഇത് പല പല സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബാപ്പുജി സ്മാരക വായനശാലയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് പുസ്തകം വായിച്ച് വളരുക, അതായത് പുതിയ തലമുറയ്ക്ക് പുസ്തക വായന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബാപ്പുജി സ്മാരക വായനശാല ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 20ഓളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പുസ്തകക്കൂട് വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പുസ്തകങ്ങളെല്ലാം നമുക്ക് എടുക്കാം. അതിനുശേഷം അവിടെ തന്നെ നമുക്കിരുന്ന് വായിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ പുസ്തകം കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ മറ്റൊരു പുസ്തകം എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ പുസ്തകക്കൂട്ടിലുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ പെയർ ചെയ്ത ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാവുന്നതാണ്. അപ്പൊ അതിനൊന്നും എന്ത് വേണ്ട, ഒരു ലൈബ്രറിയന്റെ സഹായം വേണ്ട. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന മാസവരി ഇല്ല, അതേപോലെ തന്നെ അംഗത്വ ഫീസ് ഇതൊന്നുമില്ല. വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ബാപ്പുജി സ്മാരക വായനശാലയുടെ പുസ്തക ഗ്രാമം അല്ലെങ്കിൽ പുസ്തകക്കൂട് എന്ന് പറയുന്ന പദ്ധതി. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ബാപ്പുജി സ്മാരക വായനശാലയാണ് ഇത് സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ പുസ്തക ഗ്രാമം അല്ലെങ്കിൽ പുസ്തകക്കൂട് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ബാപ്പുജി സ്മാരക വായനശാലയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, നമുക്ക് ആർക്കും എന്ത് വേണ്ട, ഒരു ലൈബ്രറിയനോ അംഗത്വ ഫീസോ മാസവരിയോ ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പുസ്തകക്കൂട്ടിൽ നിന്നും, പുസ്തകം സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു പ്ലേസ് ആണ് പുസ്തകക്കൂട് എന്ന് പറയുന്നത്. അതിൻ്റെ അന്ന് പുസ്തകം എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അവിടെ തന്നെ തിരിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, യുവതലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പരിപാടിയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇതാണ് പുസ്തക ഗ്രാമവും പുസ്തകക്കൂടും. ഓക്കെ, അടുത്തത് സർഫ് റോക്ക് ഇനി ബീച്ച് ക്ലീൻ ആക്കും. സർഫ് റോക്ക്, ഓക്കെ, അതായത് സർഫ് റോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ടെക്നോളജിക്കലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ബീച്ചുകളുണ്ട്, പല പല ബീച്ചുകളും ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മനസ്സിലാവും ഭയങ്കരമായിട്ടുള്ള അഴുക്ക് ചാലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചും
അതേപോലെ തന്നെ ബീച്ചിന്റെ അനുബന്ധ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ എന്താണ്, ഇത് വളരെ കൃത്യമായി തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത്. AI ടെക്നോളജി, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ ബീച്ചൊക്കെ ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സർഫ് റോക്ക് എന്ന് പറയുന്നത്. ഈ സർഫ് റോക്ക് എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണോ നമുക്ക് ക്ലീൻ ആക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആ സ്ഥലത്തേക്ക് ഇതിനെ എന്ത് ചെയ്ത് ഓൺ ചെയ്തിട്ടാൽ മതി. ഈ വാക്വം ക്ലീനറൊക്കെ പോകുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഇത് തന്നെ അങ്ങ് പോകും. അതിൻ്റെ അകത്ത് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, മൊത്തം വേസ്റ്റ് ആയിരിക്കും. ആ വേസ്റ്റ് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുക, തള്ളുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഡംപ് ചെയ്ത് എന്താണ് കടപ്പുറം നമുക്ക്, അല്ലെങ്കിൽ ഈ ബീച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലീൻ ആക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സർഫ് റോക്ക്. അപ്പൊ താഴെ പറയുന്നവയിൽ സർഫ് റോക്ക് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർഫ് റോക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ, സർഫ് റോക്ക് എന്ന് പറയുന്നത് ബീച്ചുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ബീച്ച് ക്ലീനിങ് യന്ത്രമാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ബീച്ച് ക്ലീനിങ് യന്ത്രത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സർഫ് റോക്ക്. സർഫ് റോക്ക് ഓട്ടോമാറ്റിക് ബീച്ച് ക്ലീനിങ് യന്ത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ അവിടെ കൊണ്ടുപോയി വെച്ച് ഓൺ ചെയ്തിട്ടാൽ മതി, ക്ലീൻ ചെയ്ത് തിരിച്ചു വരും. ഗംഭീരമായിട്ട് എന്ത് ചെയ്യും, ആ വരുന്ന സർഫസ് എന്താണോ അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന സാധനം തിരിച്ചു വരത്തുള്ളൂ. ഓക്കെ, അടുത്ത് തീരദേശ പ്രദേശങ്ങളും കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ശുചിത്വ സാഗരം സുന്ദര സാഗരം പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കിയത് വാടി കടപ്പുറമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തു വെച്ചോ, ഒരു മാർക്കാണ്. തീരദേശ പ്രദേശങ്ങളിലെ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ശുചിത്വ സാഗരം സുന്ദര സാഗരം പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം നടന്നത് വാടി കടപ്പുറമാണ്. വാടി കടപ്പുറം. ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ, ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ആത്മഹത്യാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഓക്കെ, ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രകാരം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഈ പേരൊന്ന് ഓർത്തു വെച്ചോ, 2-3 പ്രാവശ്യം എന്താ മക്കളെ കേട്ടോ. അപ്പൊ എന്താണ്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ആത്മഹത്യാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലങ്ങുംമുകളാണ്. കലങ്ങുംമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പുനലൂരാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ആയി മാറുന്നത് കലങ്ങുംമുകൾ. അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കലങ്ങൂല എന്ന് ഓർത്താൽ മതി. അപ്പൊ അതങ്ങ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലങ്ങുംമുകൾ. ഓക്കെ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം. ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി മാറിയത്. അപ്പോൾ ദ സിറ്റിസൺ ക്യാമ്പയിൻ വഴിയാണ് എന്ത്, കൊല്ലത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെയാണ് സർഫ് റോക്ക്. സർഫ് റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലീച്ച് ക്ലീനിങ് യന്ത്രത്തെയാണ് നമ്മൾ സർഫ് റോക്ക് എന്ന് പറയുന്നത്. അതെന്താണ്, ഓട്ടോമാറ്റിക് ബീച്ച് ക്ലീനിങ് യന്ത്രമാണ് സർഫ് റോക്ക്. അതേപോലെ തന്നെ എന്താണ്, ശുചിത്വ സാഗരം സുന്ദര സാഗരം എവിടെയാ, വാടി കടപ്പുറത്താണ് എന്ത് ചെയ്തത്, ശുചിത്വ സാഗരം സുന്ദര സാഗരം. അതായത് തീരദേശ പ്രദേശങ്ങളും കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര സാഗരം, വാടി കടപ്പുറം. ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലങ്ങുംമുകൾ. സമ്പൂർണ്ണ ഇൻഷുറൻസ് കലങ്ങുംമുകൾ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം. ദ സിറ്റിസൺ ക്യാമ്പയിൻ ആണ് കേട്ടോ. ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് എന്ത് ചെയ്തത്, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി മാറിയത്. ഓക്കെ, അടുത്താണ് സി അഷ്ടമുടി. നമ്മൾ ഒത്തിരി പേര് കേട്ടേക്കണായിരിക്കും ഈ ഒരു പേര്, സി അഷ്ടമുടി. എന്താണ് സി അഷ്ടമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊല്ലം അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കുവാനായി സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ
90 സീറ്റ് കപ്പാസിറ്റി ഉള്ള ടൂറിസം ബോട്ട് സർവീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സി അഷ്ടമുടി എന്ന് പറയുന്നത്. അപ്പോൾ സി അഷ്ടമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊല്ലം അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ജലവകുപ്പിന്റെ 90 സീറ്റ് കപ്പാസിറ്റി ഉള്ള ടൂറിസം ബോട്ട് സർവീസിന് പറയുന്ന പേരാണ് സി അഷ്ടമുടി. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഡബിൾ ഡക്കർ, അതായത് 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു സീറ്റ് കപ്പാസിറ്റി ഉള്ള സീറ്റുള്ള ബോട്ട് എന്ത് ചെയ്യാണ് കൊണ്ടുവന്നു. 4 മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അഷ്ടമുടിയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് കിട്ടുന്ന സമയം 4 മണിക്കൂറാണ്. അതായത് 9 മുടിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച ശേഷം സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നതിന്റെ സാമ്പ്രാണിക്കൊടിയിൽ കായലിന്റെ നടുവിൽ ഇറങ്ങിയ ശേഷം കണ്ടൽക്കാടുകൾ കണ്ട് ഒരു ദിവസം മുഴുവൻ കായലിൽ കറങ്ങാം. ഇതാണ് ഈ ഒരു സി അഷ്ടമുടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൊല്ലം അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ കയറിയ ശേഷം ഈ ബോട്ടിലൂടെ നമ്മൾ ഏകദേശം 4 മണിക്കൂറോളം അഷ്ടമുടിയുടെ ഭംഗി ആസ്വദിച്ച് എന്ത് ചെയ്യാം? 9 മുടിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് സാമ്പ്രാണിക്കൊടിയിൽ കായലിന്റെ നടുവിൽ നമ്മൾ ഇറങ്ങി കണ്ടൽക്കാടുകളിലെ ഒരു ദിവസം മുഴുവൻ കായലിൽ കറങ്ങുന്ന ആ ഒരു ടൂറിസം പാക്കേജ് ആണ് സി അഷ്ടമുടി. ഇനി മന്ത്രി KN ബാലഗോപാലനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും ന്യൂസ് കയറി വന്നതാണ് ഈ സംഭവം. മന്ത്രി KN ബാലഗോപാലനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, സി അഷ്ടമുടി. താഴത്തെ നിലയിൽ നമുക്കറിയാം 90 സീറ്റാന്ന് പറഞ്ഞു, താഴത്ത് 30 അതേപോലെ തന്നെ മുകളിൽ 60 സീറ്റുമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സി അഷ്ടമുടി പാക്കേജിൽ പോയിട്ടുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗംഭീരമാണോ എന്നുള്ളത്. അപ്പോൾ നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇനിയായാലും വരാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? മന്ത്രി KN ബാലഗോപാലനാണ് ഉദ്ഘാടനം ചെയ്തത്. താഴെ നിലയിൽ 30 അതേപോലെ തന്നെ താഴെ നിലയിൽ 30 അതേപോലെ മുകളിൽ 60 സീറ്റുമാണുള്ളത്. മൊത്തം 90 സീറ്റ്. 1.7 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1.7 കോടി രൂപയ്ക്കാണ് ഈ പറയുന്ന പദ്ധതി എന്ത് ചെയ്ത് നടപ്പാക്കിയത്. അപ്പോൾ എന്തായിരുന്നു സി അഷ്ടമുടി എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, 4 മണിക്കൂർ അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കുകയും 9 മുടിയുടെ സൗന്ദര്യത്തെയും ആസ്വദിച്ച നേരം സാമ്പ്രാണിക്കൊടിയില് കായലിന്റെ നടുവിലിറങ്ങി കണ്ടൽക്കാടുകളിൽ കണ്ട് ഒരു ദിവസം മുഴുവൻ കായലിലിറങ്ങി അങ്ങനെ ആസ്വദിക്കുന്ന ആ ഒരു പാക്കേജ് ആണ് എന്തെന്ന് പറയുന്നത്? സി അഷ്ടമുടി എന്ന് പറയുന്നത്. അതായത് സി അഷ്ടമുടി എന്ന് പറയുന്നത് ഈ പറയുന്ന ബോട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു ദിവസം കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കൊല്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഓടിച്ചൊന്ന് പറയാം, കാരണം ഇനി നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്, മൊത്തം അങ്ങ് സെറ്റ് ചെയ്ത് പോവാം. 2 or 3 തവണ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അത് നിങ്ങൾ നോട്ട് കൂടി വായിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്, ഉറപ്പായിട്ടും മൈൻഡിലേക്ക് സെറ്റ് ആയിക്കോളും. മകളെ 18 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. അതുകൊണ്ടാണ് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കൊല്ലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ജില്ല രൂപീകൃതമായത് 49 ജൂലൈ 1. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം, അറബിക്കടലിന്റെ രാജകുമാരൻ. അതേപോലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം, കശുവണ്ടി ഫാക്ടറികളുടെ നാട്. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഷെന്തരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷെന്തരുണിയാണ്. കാനന ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ്. ആ മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനവൃക്ഷങ്ങളുടെ 3D ദൃശ്യങ്ങൾ കാണുന്നതിനായിട്ട് 5 പ്രദർശന ഹാളുകൾ, ആദിവാസി കുടിലുകൾ നമുക്ക് അവിടെ ദൃശ്യമാകും, നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് അവിടെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം എന്തുണ്ട് ഈ പറയുന്ന കാര്യങ്ങളും സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം ആണ് ഈ പറയുന്ന കുളത്തൂപ്പുഴ. ഉദ്ഘാടനം ചെയ്ത് AK ശശീന്ദ്രൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ വന മ്യൂസിയമാണ് ഇതെന്ന് പറയുന്നത്. ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ
കുളത്തൂപ്പുഴ. എന്താണ് ട്രാൻസിസ്റ്റ് ഹോം എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ കൂടെ ഓർക്കേണ്ട പേരാണ് തടങ്കൽ കേന്ദ്രം. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ആരുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ് ട്രാൻസിസ്റ്റ് ഹോം പ്രവർത്തിക്കുന്നത്. 20 പേർക്കാണ് ഇതിൻ്റെ അകത്ത് തങ്ങാവുന്നത്. 5000 ചതുരശ്ര കിലോമീറ്റർ ആണ്, 5000 ചതുരശ്ര അടിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് പുസ്തക ഗ്രാമവും പുസ്തകക്കൂടും? സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ബുക്ക് എടുക്കണമെങ്കിൽ ലൈബ്രറിയൻ വേണ്ട, മാസവരി വേണ്ട, അതേപോലെ നമുക്ക് ഈ പറയുന്ന അംഗത്വ ഫീസും വേണ്ട. ആർക്കും പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് കുട്ടികൾ വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ ബാപ്പുജി സ്മാരക വായനശാലയാണ് ഇത് സംഘടിപ്പിച്ചത്. എന്താണ് സർഫ് റോക്ക് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ബ്ലീച്ച് ക്ലീനിങ് യന്ത്രമാണ് സർഫ് റോക്ക് എന്ന് പറയുന്നത്. ആദ്യമായി ഉപയോഗിച്ചത് കൊല്ലത്താണ്. അതേപോലെ തന്നെ ശുചിത്വ സാഗരം, സുന്ദര സാഗരം, വാടിക്കടപ്പുറം അങ്ങനെ തന്നെ ഓർത്തു വെച്ചോ. ഇ.ടി. അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം കൊല്ലത്താണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ഏറ്റവും കൂടുതൽ ആത്മഹത്യ കൊല്ലത്താണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലങ്ങും മുകളാണ്. സമ്പൂർണ്ണ ഇൻഷുറൻസ് കലങ്ങി എന്നോർത്താൽ മതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം. ഭരണഘടനാ സാക്ഷരത ജില്ലയായി മാറിയത് ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ്. സി അഷ്ടമുടി അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ പാക്കേജ് ആണ് ഈ പറയുന്ന 9 മുടിയുടെ ഭംഗി ആസ്വദിച്ച ശേഷം സാമ്പ്രാണിക്കുടിയിൽ വന്ന് ഇറങ്ങി കണ്ടൽ കാടുകളിലൂടെ ഇറങ്ങി ആ അഷ്ടമുടിയുടെ എന്താണോ പ്രകൃതി സൗന്ദര്യം അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അനുഭവിക്കാനായിട്ട് പറ്റും. 90 സീറ്റുകളുള്ള ബോട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 1.7 കോടി രൂപ ആണ് ഇതിന്റെ നിർമ്മാണ ചിലവ്. നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. പത്തനംതിട്ട ജില്ല നമുക്കറിയാം. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത്. 1982 നവംബർ 1. ചോദിച്ചേണ്ടത് ഇങ്ങനെ തന്നെ പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം ചോദിച്ചേണ്ട. ഇതും ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു 2-3 പോയിന്റ്സ് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ആർക്കും അത് വിരോധമില്ല എന്ന് കരുതുന്നു. കറണ്ട് അഫയേഴ്സ് അല്ല, അതിന്റെ ബേസ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ, വിശേഷണങ്ങൾ. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1. ആരാധനാലയങ്ങളുടെ ജില്ല, തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം. കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത്. കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് അയിരൂർ. ഫസ്റ്റ് നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യമാണ്. കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അയിരൂർ. കേരളത്തിലെ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുന്നത് അയിരൂർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് അയിരൂര്. കന്നുകാലികൾക്ക് നൂതന തിരിച്ചറിയൽ മാർഗമായ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോചിപ്പ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഓമല്ലൂരാണ്. ഓക്കെ, അപ്പോൾ കന്നുകാലികൾക്ക് നൂതന തിരിച്ചറിയൽ മാർഗമായ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോചിപ്പ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഓമല്ലൂരാണ്. ഓക്കെ, അപ്പോൾ കന്നുകാലികൾക്ക് നൂതന തിരിച്ചറിയൽ മാർഗമായ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോചിപ്പ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ സ്ഥലമാണ് ഓമല്ലൂർ എന്നോർത്താൽ മതി. സംസ്ഥാന സർക്കാരിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നിലവിൽ വരുന്ന സ്ഥലമാണ് റാന്നി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, റാന്നിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് റാന്നി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കണ്ടേണ്ടാവും. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് റാന്നിയാണ്. സംസ്ഥാന സർക്കാരിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നിലവിൽ വരുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതും റാന്നിയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം റാന്നിയും കോന്നിയും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്നാ 1888. ഓക്കെ, അപ്പോൾ എന്നാൽ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ഏതാണ്? കോന്നിയാണ്. ഓക്കെ, അപ്പോൾ റിസർവ് വനം ഏതാന്ന് ചോദിച്ചാൽ അത് കോന്നിയും, ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് റാന്നിയുമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാന്നി, ഏറ്റവും ആദ്യത്തെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോന്നിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. ഫസ്റ്റ് കെ കഴിഞ്ഞിട്ട് കെ അല്ല ആദ്യം വരുന്നത്, അപ്പോൾ ആദ്യത്തെ റിസർവ് വനം കെ, ആദ്യം കെ വന്നു, അതിനുശേഷം വലുത് എന്ന് പറയുന്നതും അതേതാണ്? റാന്നിയാണ്. അപ്പോൾ രണ്ടാമത്തെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏതാണ്? കോന്നി, രണ്ടാമത്തെ ഏതാണ്? റാന്നി എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ സഹകരണ സീ ഫുഡ് ഹോട്ടലാണ് അടൂര് നിലവിൽ വന്നത്. ചോദിച്ചങ്ങനെ ചോദ്യം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സീ ഫുഡ് ഹോട്ടൽ നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സീ ഫുഡ് ഹോട്ടൽ നിലവിൽ വന്നത് അടൂര്. ഇനി കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് കൊടുമണാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് അതെന്താണ്? അത് കൊടുമണാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊടുമണാണ്. ഓക്കെ, കേരളത്തിലെ ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? കൊടുമണാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല നമ്മൾ ഇന്നലെ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കിളിമാനൂരാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് അതായത് സമ്പൂർണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കിളിമാനൂർ, തിരുവനന്തപുരമാണ്. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലാണ് സുബല പാർക്ക്. നമുക്കറിയാം അത് വളരെയധികം ഏകദേശം ഇന്ന് 28ഓളം വർഷങ്ങളുടെ പഴക്കമാണ് ഇന്ന് സുബല എന്ന് പറയുന്ന ആ പാർക്കിനുള്ളത്. അത്രത്തോളം എന്താണ് ഭയങ്കരമായ പ്രതിസന്ധികളും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും നിലവിൽ വരുന്നുണ്ട്. കാരണം അത്രത്തോളം അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രശ്നങ്ങളിലേക്ക് പോയ ഒരു പദ്ധതി തന്നെയാണ് സുബല പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. നമുക്കറിയാം ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സുബല പാർക്കിൽ പല പല എന്താണ് തൊഴിൽ അധിഷ്ഠിത കാര്യങ്ങൾ കൊണ്ടുവരിക, തൊഴിലധിഷ്ഠിത എന്താണ് വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ അത് വൻ ഫെയിലിയർ ആവുകയും അത് എന്താണ് ഇന്ന് അത്രത്തോളം ഒരു ലെവലിലേക്ക് അത് മാറിയിരിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇത്ര മാത്രം പഠിച്ചാൽ മതി. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? നമ്മുടെ പത്തനംതിട്ടയിലാണ്. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ചു തുടങ്ങിയ ഉരുളി പാറക്കുന്ന്. ഓക്കെ, ഉരുളി പാറക്കുന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച കൊട്ടുരുളി എന്നാണ് കേട്ടോ, കൊട്ടുരുളി പാറക്കുന്ന്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ 13ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ കേരളത്തിലെ 13ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ 13ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പത്തനംതിട്ടയാണ്. ഓക്കെ, അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ 13ാമത്തെ എന്ത് വന്നത്? മെഡിക്കൽ കോളേജ് വന്നത്. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച കോട്ടുരുളി പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല അതും എവിടെ തന്നെയാണ്? നമ്മുടെ പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഒത്തിരി പോയിന്റ്സ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അത്രയും പോയിന്റ്സ് ആണ് നിലവിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്തേണ്ട ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ഇനി പുതിയതായിട്ട് എന്തായാലും കറണ്ട് അഫയേഴ്സ് നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ ഒരു ക്രാഷ് എന്ന ലെവലിൽ ഒരു മാരത്തോൺ പോലെ സെറ്റ് ചെയ്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ചില അപ്പോയിൻമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും കറൻ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഉടൻ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വൈകുന്നേരം ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, കൃത്യം 9 മണിക്കാണ്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കുക. കാരണം നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഒക്കെ എല്ലാ എഫക്റ്റും കിട്ടണമെങ്കിൽ അത് റിവിഷൻ കൂടി വേണം. അപ്പോൾ റിവിഷനും അവിടെ എന്ത് ചെയ്യും, സെറ്റായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് വരാനായിട്ട് സാധിക്കും. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പഠിച്ചതിന് ശേഷം അത് റിവിഷൻ ചെയ്ത് വീണ്ടും എക്സാമുകൾ അറ്റൻഡ് ചെയ്തെങ്കിലാണ് നമ്മൾ പഠിച്ചോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ പഠിച്ചു എന്ന് കരുതി മുന്നോട്ടേക്ക് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. അത് എക്സാമിലൂടെ നമുക്കത് കിട്ടണ്ടോ എന്നറിയുമ്പോഴാണ് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കൊല്ലവും അതേപോലെ തന്നെ പത്തനംതിട്ടയാണ്. വളരെ വ്യക്തമായി ഒത്തിരി തവണ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്താണ് ഒറ്റത്തവണയെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പിന്നീട് റിപ്പീറ്റ് അടിച്ച് പോകാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമൊന്നും ആരും നോക്കത്തില്ല. എല്ലാവർക്കും എന്താണ് പണിയെടുക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യണം, എല്ലാ കോഴ്സും അല്ലെങ്കിൽ എല്ലാ മാർക്കും നമുക്ക് കിട്ടണം. അതെല്ലാവരുടെയും ചിന്താഗതി അങ്ങനെയാണ്. ആരും ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണ്. പെട്ടെന്ന് നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ആവണം. പക്ഷെ എന്താണ് കഷ്ടപ്പെടാനൊക്കെ എന്താണ് മനസ്സുണ്ട്, പക്ഷെ എന്താണ് കഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, മാർക്കൊക്കെ സ്കോർ ചെയ്യണം, പെട്ടെന്ന് ജോലി കിട്ടണം, ഒത്തിരി നാൾ ഇതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് എല്ലാവരുടെയും എന്താണ് നിലവിലത്തെ ആഗ്രഹവും അതേപോലെ തന്നെ എന്താ മുന്നോട്ടേക്കുള്ള പോക്കും എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, എക്സാംസുകളൊക്കെ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിരിക്കും. ഹോട്ട് ടോപ്പിക്സ് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ഞാൻ കൂടുതലായിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്ത് അതും അങ്ങ് തീർത്ത് പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.